ദിലീപാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അത് കോടതിയിലെ പ്രോസിക്യൂഷന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. തനിക്കെതിരായിട്ട് ഗൂഢാലോചന നടത്തിയവർ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതിജീവിതയുടെ സുഹൃത്തായ മഞ്ജു വാര്യരുമാണ്. ദിലീപിന് ഒരു കേസ് കൊടുക്കുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. നീതി കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നീതി കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലം ഹൈക്കോടതിയാണ്. അവിടെ നീതി കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി പോകും. തൻ്റെ 8 മാസവും നഷ്ടപ്പെടുത്തിയ അവർക്കെതിരായിട്ട് തീർച്ചയായിട്ടും കേസ് കൊടുക്കും എന്ന് ഇന്നലെ ദിലീപ് പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ സൂത്രധാരൻ എന്ന് അന്വേഷണ സംഘം ആരോപിച്ച നടൻ ദിലീപ് കുറ്റക്കാരനല്ല എന്നാണ് കഴിഞ്ഞ ദിവസം വിചാരണ കോടതി കണ്ടെത്തിയിരിക്കുന്നത് എങ്കിലും പ്രോസിക്യൂഷന്റെയും അതിജീവിതയുടെയും പോരാട്ടം അവസാനിക്കുന്നില്ല. കുറ്റക്കാരായി കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷ വിധിച്ച ശേഷം 12-ന് ഉത്തരവ് പുറത്തുവരും. അതിനുശേഷമാണ് എന്തെല്ലാം കാരണങ്ങളാലാണ് ദിലീപിന്റെ പേരിൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ല എന്ന് വിചാരണ കോടതി കണ്ടെത്തിയത് എന്ന് വ്യക്തമാകുകയുള്ളൂ. ഇതിനുശേഷമായിരിക്കും സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുക. ഇതിനിടെ നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കാൻ തനിക്കെതിരായി പോലീസ് നടത്തിയ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകുമെന്ന് ദിലീപും പറഞ്ഞിട്ടുണ്ട്. ദിലീപിന്റെ വിഷയം തന്നെയാണ് ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. ജോർജ് ജോസഫ് സാർ, ഈ നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കാൻ തനിക്കെതിരായി പോലീസ് നടത്തിയ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകുമെന്ന് ദിലീപ് അറിയിച്ചിരിക്കുകയാണ്. ദിലീപ് തിരിച്ചടിച്ചു തുടങ്ങുകയാണോ? ഇതിനകത്ത് ദിലീപിനെ പ്രതിയാക്കി കൊടുത്ത കേസിനകത്ത് ഗൂഢാലോചന കേസായിരുന്നു ദിലീപിനെതിരായിട്ട് കുറ്റം ചാർത്തിയത്. ആ ഗൂഢാലോചന കേസ് നിലനിൽക്കില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. അല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ കോടതി നോക്കി പരിശോധിച്ചപ്പം അത് അസ്വീകാര്യമാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അക്യൂട്ട് ചെയ്ത് വിട്ടത്. പക്ഷേ ജഡ്ജ്മെൻറ്റ് 12-ാം തീയതി വരുമ്പം പോലീസ് ദിലീപിനെതിരായി ഗൂഢാലോചനയ്ക്ക് കൊടുത്ത തെളിവുകൾ നിരവധിയാണ്. അതെന്തുകൊണ്ട് കോടതി അക്സെപ്റ്റ് ചെയ്തില്ല എന്ന ജഡ്ജ്മെൻറ്റിനകത്ത് വരും. അത് അങ്ങനെ അത് പരിശോധിക്കുമ്പോൾ മാത്രമേ അവിടെ ഏതെങ്കിലും രീതിയിലൊരു പാളിച്ച പ്രോസിക്യൂഷൻ ഉണ്ടായോ, അതോ ജഡ്ജി അത് ഇൻ്റർപ്രിറ്റ് ചെയ്തത് ശരിയായ രീതിയിലല്ലാതെ വരുമോ, അങ്ങനെയൊരു സാഹചര്യം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ദിലീപിന് തനിക്കെതിരായിട്ട് കള്ളക്കേസാണ് പോലീസ് ചാർത്തിയത്, അതിന് തെളിവില്ലാതെ വന്നുകൊണ്ടാണ് താൻ നിരപരാധി എന്ന് കോടതി കണ്ടെത്തിയെന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അതുകൊണ്ട് തനിക്കെതിരായിട്ട് ഗൂഢാലോചന നടത്തിയവർ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതിജീവിതയുടെ സുഹൃത്തായ മഞ്ജു വാര്യരുമാണ്. ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞത് മഞ്ജു വാര്യരാണ്. അതുകൊണ്ട് മഞ്ജു വാര്യരും അത് സന്ധ്യ എന്ന ഒരു DGPയും ഈ കേസ് അന്വേഷിച്ച അതേ സന്ധ്യയുടെ ചലിയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ആണ്. പിന്നെ ചില ചാനലുകാരും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്കെതിരായി തൻ്റെ 8 മാസവും നഷ്ടപ്പെടുത്തിയ അവർക്കെതിരായിട്ട് തീർച്ചയായിട്ടും കേസ് കൊടുക്കും എന്ന് ഇന്നലെ ദിലീപ് പറഞ്ഞു. തീർച്ചയായിട്ടും ദിലീപിനെ കേസിൽ നിന്ന് ഒഴിവാക്കിയതുകൊണ്ട് അത് തീർച്ചയായിട്ടും ദിലീപിന് കേസ് കൊടുക്കാനുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട്. അത് നിയമവിരുദ്ധമല്ല. തന്നെ മനഃപൂർവ്വം തന്നെ ഒരു കേസിനകത്ത് കുരുക്കി തനിക്ക് ഭീമമായ നഷ്ടമുണ്ടായി, തൻ്റെ കരിയർ നശിച്ചു. 8 മാസത്തോളം തന്നെ ഈ കേസുമായിട്ട് മാനസികമായി അതിനകത്ത് കുരുക്കി പീഡിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള റൈറ്റ് കേസ് അദ്ദേഹത്തെ അത് കുറ്റക്കാരനല്ല എന്ന് വിധിച്ചതുകൊണ്ട് അത് കൊടുക്കാനുള്ള റൈറ്റും അവകാശവും നിയമപരമായി അത് നിലനിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മഞ്ജു വാര്യരും അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ, അതായത് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥ, അത് സ്വാഭാവികമായും സന്ധ്യയാണ്. ഇവർക്കെതിരെയാണ് വിധി പ്രസ്താവം കഴിഞ്ഞിറങ്ങി പുറത്തു വന്ന ഉടൻ ദിലീപ് ആരോപണം ഉന്നയിച്ചത്. തനിക്കെതിരെയാണ് ഗൂഢാലോചന നടത്തിയത് എന്നാണ് ദിലീപ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയൊരു ഗൂഢാലോചന സിദ്ധാന്തം നിലനിൽക്കും. അത് ജഡ്ജ്മെന്റ് വന്നെങ്കിൽ ആ ദിലീപിനെതിരായിട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന ഗൂഢാലോചനയ്ക്ക് അതിൻ്റെ തെളിവുകൾ
എന്തായിരുന്നു, അത് ന്യായമായ രീതിയിൽ അതിൻ്റെ തെളിവുകൾ ഹാജരാക്കി, നിയമപരമായി ഹാജരാക്കി, വസ്തുതാപരമായി ഹാജരാക്കി എന്നാണ് ഞാൻ കരുതുന്നത്. കോടതി അത് എങ്ങനെയാണ് സ്വീകരിച്ചത്, അതിനകത്ത് എന്താണ് കഴമ്പില്ലാതെ വന്നത്, അത് കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ നമുക്ക് അറിയാനൊക്കുള്ളൂ. അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്താണ് ഈ കാര്യത്തിൽ സംഭവിച്ചത്, നിയമപരമായ ഒരു കേസ് ഈ ദിലീപിനെ വെറുതെ വിട്ടതുകൊണ്ട് അത് കൗണ്ടർ ചെയ്യാൻ ദിലീപിന് സാധിക്കും, നിയമപരമായത് നിലനിൽക്കുകയും ചെയ്യും. എന്താണ് ഇനി അദ്ദേഹം കേസ് കൊടുക്കുമ്പം അദ്ദേഹത്തിൻ്റെ പരാതി എന്താണെന്ന് അന്നേരം നമുക്ക് മനസ്സിലാവുള്ളൂ. എങ്കിലും ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് നിരപരാധിയെ തന്നെ ഒരു കേസിനകത്ത് മഞ്ജു വാര്യരും ചില പോലീസ് ഉദ്യോഗസ്ഥരും അതിന് ലീഡർഷിപ്പ് കൊടുത്ത സന്ധ്യ എന്നവരുമാണ്, ചില ചാനലുകാരും അതിനകത്ത് ഉണ്ടായിരുന്നു തനിക്കെതിരെ. അപ്പം അവർക്കെല്ലാം എതിരായിട്ട് കേസ് കൊടുക്കും എന്ന് തന്നെയാണ് ദിലീപ് തന്നെ വെറുതെ വിട്ട ഉടൻ പുറത്തു വന്നപ്പം പറഞ്ഞത്. ദിലീപ് ആദ്യ വെടിപൊട്ടിച്ചത് മഞ്ജു വാര്യർക്കെതിരെ തന്നെയാണ്. അതൊരു തുടക്കമായിരുന്നു, അങ്ങനെ വേണോ കണക്കുകൂട്ടാൻ? ഒപ്പം ദിലീപിന് ഈ നിയമ പോരാട്ടം നടത്തിയത് കൊണ്ട് എന്തേലും നേട്ടമുണ്ടാകുമോ? അത് നമുക്ക് പറയാനൊക്കില്ല. കോടതി എങ്ങനെയാണ് ദിലീപ് കൊടുക്കുന്ന കേസിനകത്ത് അതിൻ്റെ എവിഡൻസ്, തെളിവുകൾ എങ്ങനെയാണ്, അത് പ്രോസിക്യൂഷൻ കൊടുത്ത ആ കുറ്റച്ചാർജിനകത്ത് എന്തുകൊണ്ട് കോടതി അത് പരിഗണിച്ചില്ല, ദിലീപിനെതിരായിട്ടുള്ള ആരോപണങ്ങളൊന്നും എന്തുകൊണ്ട് കോടതി പരിഗണിച്ചില്ല എന്ന് ആ ജഡ്ജ്മെന്റ് വരുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമാക്കി തീർച്ചയായിട്ടും ദിലീപിന് ഒരു കേസ് കൊടുക്കുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. ദിലീപിന് അതിന് എത്രത്തോളം അദ്ദേഹം പറയുന്ന കാര്യത്തിന് എവിഡൻസ് ഉണ്ട് എന്ന് തീർച്ചയായിട്ടും കോടതി പരിശോധിക്കും. അത് ഏത് രീതിയിലാണ് നീങ്ങുന്നത് എന്ന് നമുക്കറിയത്തില്ല. പ്രൈവറ്റ് കംപ്ലൈൻ്റ് ആണോ അതോ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണോ പരാതി കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി പരിഗണിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ അഡ്വക്കേറ്റ് രാമൻപിള്ളയുമായിട്ട് ചേർന്നായിരിക്കും നടത്തുന്നത്. അദ്ദേഹവും ആ രീതിയിലൊരു പ്രസ്താവന നടത്തിയതായിട്ട് കണ്ടു. അതുകൊണ്ട് ഒരു നിയമ പോരാട്ടം തീർച്ചയായിട്ടും ഉണ്ടാവും. ദിലീപ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദിലീപിനെ തകർക്കാൻ ആസൂത്രിതമായി കെട്ടിച്ചമച്ച കേസാണ് എന്ന് സാറ് ഏതെങ്കിലും രീതിയിൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നില്ല, അങ്ങനെ കരുതുന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു കേസ് തൻ്റെ പേരിൽ കൃത്രിമമായി ആരോപിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്നുള്ള രീതിയിൽ ഒരു കേസ് കൊടുക്കുന്നതിന് ദിലീപിന് സാധിക്കും. പക്ഷേ ഈ കേസിനകത്ത് ദിലീപാണ് ഇതിൻ്റെ ഗൂഢാലോചനക്കാരൻ എന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ ആധാരമാക്കിയ തെളിവുകളൊന്നും കോടതി സ്വീകരിച്ചില്ല. അവിടെയാണ് തെറ്റുപറ്റിയത്. അത് എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് കോടതി പറയണം. അത് ജഡ്ജ്മെന്റ് വരുമ്പോഴേ നമുക്കറിയാനൊക്കെ ഉള്ളല്ലോ. അതിനുശേഷം ഏത് രീതിയിലാണ് ദിലീപ് ഇതിന് നീങ്ങുന്നത്, ആരൊക്കെയാണ് ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് വരുന്നത്, അവരുടെ ഈ കേസുമായിട്ടുള്ള റോൾ എന്ത്, കാരണം അതൊക്കെ പറയണം. അത് ഈ ഒരു കേസ് നമുക്കറിയാം, ഇതിനകത്ത് മഞ്ജു വാര്യരുടെ മൊഴിയാണ് ആദ്യം രേഖപ്പെടുത്തിയത് കോടതിയിൽ. അതുപോലെ അതിജീവിത ഈ കേസിനകത്ത് തന്നെ പീഡിപ്പിച്ചവരുടെ പിന്നിൽ ദിലീപാണ് എന്ന് അവരൊരു സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ ഡിപ്പോസിഷൻ കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ ആക്രമിച്ചവരെ മാത്രം അവർ ഐഡന്റിഫൈ ചെയ്തു, അവരെ ഇപ്പം ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് കോടതി പറയണമല്ലോ ഇവരുടെ മോട്ടീവ് എന്താണെന്ന്. ഒരു കുറ്റകൃത്യം ചെയ്താൽ അതിൻ്റെ മോട്ടീവ് എന്താണെന്ന് പോലീസ് പറയും. അത് കോടതി അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഇവിടുത്തെ ദിലീപാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അത് കോടതിയിലെ പ്രോസിക്യൂഷന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് സംശയത്തിൻ്റെ പുറത്താണ് കോടതി വിട്ടത് എന്നൊക്കെ നമുക്ക് അടുത്ത ജഡ്ജ്മെന്റ് വഴി വരുമ്പോഴേ നമുക്ക് അറിയാനൊക്കുള്ളൂ. എങ്കിലും പ്രോസിക്യൂഷൻ ആധാരമാക്കിയത് കോടതി ആധാരമാക്കിയ തെളിവ് 120B തെളിവ് കോടതി സ്വീകരിച്ചില്ല എന്നാണ് പറയുന്നത്. കൃത്യമായ തെളിവുകൾ കിട്ടാതെയാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് എന്ന് മുൻ DGPമാർ ഉൾപ്പെടെ പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ആ രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ശരിക്കും ദിലീപിനെ കേസിൽ ഉൾപ്പെടുത്തിയതിൽ എന്തേലും പാകപ്പിഴകൾ സംഭവിച്ചു? അതിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. കാരണം ആ കേസിന്റെ ചാർജ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടില്ല. ഒരു ഡിഫക്റ്റീവ് ചാർജ് ആണോ എന്നിവിടെ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിൻ്റെ കുറ്റച്ചാർജ് തയ്യാറാക്കിയ
പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, DYSP ബൈജു പൗലോസ്. ആ കുറ്റച്ചാർജിനകത്ത് ഈ ആദ്യത്തെ പാർട്ട്, ഫസ്റ്റ് പാർട്ടിനകത്ത് ആദ്യം കൊടുത്ത കുറ്റച്ചാർജിൽ അതിനകത്ത് ദിലീപാണ് ഇത് ചെയ്യിച്ചത് എന്നുള്ള കൃത്യമായ എവിഡൻസ് ഫസ്റ്റ് പാർട്ടിലില്ലായിരുന്നു. രണ്ടാമത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് പറഞ്ഞ് കോടതി റിപ്പോർട്ട് കൊടുത്ത് ബാലേന്ദ്രകുമാറൊക്കെ വന്നു, ധാരാളം എവിഡൻസ് അതിനകത്ത് വന്നു. ആ രണ്ടാമത്തെ ഭാഗത്താണ് ദിലീപ് ഗൂഢാലോചന നടത്തിയെന്നുള്ള തെളിവുകൾ വരുന്നത്. രണ്ടാമത്തെ ഭാഗമൊന്നും കോടതി റിലേ ചെയ്യുന്നില്ല എന്നാണ് ആ ജഡ്ജ്മെന്റിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് ഒറിജിനൽ വരട്ടെ, അപ്പം എന്തുകൊണ്ടാണ് കോടതി ഫസ്റ്റ് പാർട്ട് മാത്രം അത് റിലേ ചെയ്യുകയും സെക്കൻഡ് പാർട്ട് റിലേ ചെയ്തില്ല എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഏറെ വൈകിയാണെങ്കിൽ കൂടി അതിജീവിതയ്ക്ക് നീതി കിട്ടുമോ ഈ കേസിൽ? നീതി കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നീതി കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലം ഹൈക്കോടതിയാണ്. അവിടെ നീതി കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി പോകും. ഈ ഹൈക്കോടതിയിലായാലും സുപ്രീം കോടതിയെ വ്യത്യസ്തമായ രീതികളിലാണ് കോടതിയിലെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ അവർ പരിശോധിക്കുന്നത്. വേറെ ആംഗിളിലൊക്കെ ആയിരിക്കും അവർ നോക്കുന്നതും കാണുന്നതും. നമ്മൾ കാണുന്ന പോലെയല്ല, അല്ലെങ്കിൽ ജില്ലാ കോടതി കണ്ട പോലെ ആയിരിക്കത്തില്ല ഹൈക്കോടതിയിലെ ജഡ്ജസ് ആ ഓരോ തെളിവ് കാണുന്നതും അതിനെ വിലയിരുത്തുന്നതും അതിൻ്റെ റിലയബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നും അത് നിയമപരമായിട്ട് നിലനിൽക്കുകയോ ഇല്ലയോ എന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചിട്ട് അതിനകത്ത് കഴമ്പുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹൈക്കോടതി ദിലീപിനെ ശിക്ഷിക്കാനും സാധ്യതയുണ്ട്.